ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. पिछले एक दशक में साइप्रस से भारत में निवेश लगभग डबल हुआ है. दोनों देशों के बीच ट्रस्ट बढ़ा है. भारत यूरोपियन यूनियन फ्री ट्रेड एग्रीमेंट से तमाम नई संभावनाएं बनी हैं. इसका लाभ उठाते हुए हम अगले 5 वर्षों में इस इन्वेस्टमेंट को फिर से डबल करने का लक्ष्य रख रहे हैं. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമന പത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18-ന് നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1-ന് പുറപ്പെടുവിക്കും. ജൂൺ 8-ആണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18-ന് നടക്കും. കോങ്കോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി K മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്. എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടിബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3 ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർ ഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ. കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10ഓളം സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽ ചൂടിൽ വറ്റിവരണ്ട് കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കൊണ്ട് മരം വീണ് വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി. വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.